കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-നും മാത്രമല്ല സുരേഷ് ഗോപി 8ന്റെ പണി കൊടുക്കാൻ പോകുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും DMK-ക്കുമുണ്ട് വരും ദിവസങ്ങളിൽ ചോദ്യങ്ങൾ. കേരളത്തിലെ തൃശൂരിലെ മാത്രം MP ആയിരിക്കില്ല താൻ. കേരളത്തിലെ മുഴുവൻ കാര്യങ്ങളിലും സജീവമായി ഇടപെടുമെന്നും തമിഴ്നാട്ടിലെ MP-ക്ക് തുല്യമായി താൻ പ്രവർത്തിക്കുമെന്നും സുരേഷ് ഗോപി അടിവരയിട്ട് പറഞ്ഞതോടെ CPM-ഉം DMK-യും ഒരുപോലെ ഞെട്ടലാണ്. രണ്ട് മുഖ്യന്മാർക്കും 8ന്റെ പണി. തമിഴ്നാട്ടിൽ BJP താമര വിരിയിച്ചില്ല എന്നുള്ള ആക്ഷേപങ്ങൾക്ക് ഇതോടെ വിരാമമിട്ടിരിക്കുകയാണ് സുരേഷ് ഗോപി. കേരളത്തിലും തൃശ്ശൂരിലും മാത്രമല്ല, കളി അങ്ങ് തമിഴ്നാട് വരെ നീളുമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞു വച്ചിരിക്കുന്നത്. എനിക്കൊരു 10 വകുപ്പുകളെങ്കിലും നിയന്ത്രിക്കുന്ന മന്ത്രിമാരുടെ ക്യാബിനറ്റും MOSും അടക്കമുള്ളവർ ഞാൻ വളരെ റാഷണലായിട്ട്, സെൻസിബിളായിട്ട്, റീസണബിളായിട്ട് അവതരിപ്പിക്കുന്ന പദ്ധതികൾ അത് കേരളത്തിലെ ജനങ്ങളുടെ ഉന്നമനത്തിനായിരിക്കും, കേരളത്തിലെ രാഷ്ട്രീയത്തിൻ്റെ ഉന്നമനത്തിനായിരിക്കില്ല, ആരെയും നശിപ്പിക്കാനുമായിരിക്കത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഷാഠ്യ ബുദ്ധിയോടെ ഞാൻ വന്നാൽ അത് വാശിയോടെ അവർ നടപ്പിലാക്കി തന്നാൽ മാത്രം മതി. കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞാൽ വെറും കേന്ദ്രമന്ത്രിയൊന്നുമല്ല. പിണറായിക്കും ടീമിനും ഉഗ്രൻ പൂട്ടിടാൻ പറ്റിയ കേന്ദ്രമന്ത്രിയായി സുരേഷ് ഗോപി ഡൽഹിയിൽ പോയി മടങ്ങിയെത്തുമെന്നുള്ള കണക്കുകൂട്ടലിൽ തന്നെയാണ് BJP പ്രവർത്തകർ, സുരേഷ് ഗോപി ഫാൻസും ആരാധകരും അണികളും ഒക്കെ. ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഇപ്പോഴാണ് ശരിക്കും നെഞ്ചെടുപ്പ് തുടങ്ങിയത്. സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചപ്പോൾ ഇത്രയ്ക്കങ്ങ് പ്രതീക്ഷിച്ചില്ല. ഇപ്പോൾ അതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുരേഷ് ഗോപിയെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നു. ഈ MP-മാരുടെ യോഗം, പിന്നാലെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞ, അടുത്ത ദിവസങ്ങളിൽ തന്നെ സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രിയായുള്ള പ്രവേശം. ഇതിനിടയിൽ കേരളം ലക്ഷ്യമിട്ട് സുരേഷ് ഗോപി അതിശക്തമായി കരുക്കൾ നീക്കുമെന്ന സൂചനകളുമായി സുരേഷ് ഗോപിയോട് ചേർന്ന് നിൽക്കുന്നവർ പ്രത്യക്ഷമായും പരോക്ഷമായും രംഗത്ത് വരുമ്പോൾ, കേരളം ലക്ഷ്യമിട്ടെന്ന് പറയുമ്പോൾ കേരളത്തിന്റെ വികസനം അത് ലക്ഷ്യമിട്ടുകൊണ്ട്, അതേസമയം പിണറായി സർക്കാരിന് മൂക്ക് കയറിടാൻ സുരേഷ് ഗോപി കേന്ദ്രത്തിൽ നിർണായകമായ ചരടുവലികൾ നടത്തുമോ, ഒപ്പം നിർണായകമായ വകുപ്പുകൾ തന്നെ കൈയാളുമോ എന്നീ ചോദ്യങ്ങൾ ഒരുവശത്ത് ഉയരുമ്പോഴാണ് സുരേഷ് ഗോപി അടിവരയിട്ട് പറയുന്നത് മെട്രോ തൃശ്ശൂർ വരെ നീട്ടും, തൃശ്ശൂർ പൂരത്തിന്റെ കാര്യത്തിൽ അതിശക്തമായ തീരുമാനങ്ങൾ ഉണ്ടാകും, തമിഴ്നാടിന്റെ കാര്യങ്ങളിൽ അണ്ണാമലയ്ക്കൊപ്പം നിന്നുകൊണ്ട് സുരേഷ് ഗോപി ഇറങ്ങുമെന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രമല്ല, തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും നെഞ്ചെടുപ്പിന്റെ ദിനങ്ങൾ തന്നെയാണ് വരാൻ പോകുന്നത്. സുരേഷ് ഗോപിയല്ല, ഇത് തൃശ്ശൂർ ഗോപി. കളി കേരളത്തിൽ മാത്രമല്ല, കേന്ദ്രത്തിൽ മാത്രമല്ല, തമിഴ്നാട് MK സ്റ്റാലിന്റെ കളിക്കളത്തിൽ വരെ ഇറങ്ങി കളിക്കുമെന്ന് പറയാതെ പറഞ്ഞിരിക്കുകയാണ് സുരേഷ് ഗോപി. ഏതായാലും തൃശ്ശൂരിന്റെ സ്വന്തം സുരേഷ് ഗോപി തൃശ്ശൂർ ഗോപിയായി മാറുമ്പോൾ ആർക്കൊക്കെയായിരിക്കും അത് വെല്ലുവിളിയാവുക എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഏതായാലും തൃശ്ശൂർ പൂരത്തിൽ അടിമുടി മാറ്റം. കൊച്ചി മെട്രോ തൃശ്ശൂരിലേക്ക് പ്രധാനമന്ത്രിയെ കാണാൻ സുരേഷ് ഗോപി ഡൽഹിക്ക് തിരിക്കുമ്പോൾ കേരളത്തിലെ CPM-നാണ് ഇടിവെട്ട് പണി കിട്ടിയിരിക്കുന്നത്. മെട്രോ അംബാസിഡറാക്കാൻ നോക്കിയപ്പോൾ ചില ആളുകൾ അത് ചാണകമായി മാറുമെന്ന് പറഞ്ഞു. ഇനി ചാണകത്തെ ലോക്സഭയിൽ അവർ സഹിക്കട്ടെ എന്നും സുരേഷ് ഗോപി പരിഹസിച്ചു. ഏതായാലും സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രി പദം ലഭിക്കുമെന്നുള്ള സൂചനകൾ ശക്തമായി കഴിഞ്ഞു. ദേശീയ നേതൃത്വത്തിന് പ്രിയപ്പെട്ടയാളാണ് സുരേഷ് ഗോപി. കേരളത്തിൽ സുരേഷ് ഗോപിയിലൂടെയാണ് ആദ്യമായി BJP ലോക്സഭയിലേക്ക് അക്കൗണ്ട് തുറന്നത്. അതിനാൽ പ്രധാന വകുപ്പ് തന്നെ ലഭിക്കുമെന്നാണ് സൂചന. കേരളത്തിന്റെ വികസനത്തിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ അവസരം ഉണ്ടാകണമെന്ന് സുരേഷ് ഗോപി കേന്ദ്ര നേതൃത്വത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഏതായാലും തൃശ്ശൂർ പൂരം അടിമുടി മാറ്റും. കൊച്ചി മെട്രോ തൃശ്ശൂരിലേക്ക് വരും. സുരേഷ് ഗോപി കാടിളക്കി തന്നെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. കൊച്ചി മെട്രോ നീട്ടാൻ ശ്രമം നടത്തും, അതിന് പഠനം നടത്തേണ്ടതുണ്ട്. മെട്രോ തൃശ്ശൂരിലേക്ക് നീട്ടാനായി കുറെ നാളായി ശ്രമം നടത്തുന്നുണ്ടെന്നും സുരേഷ് ഗോപി വെളിപ്പെടുത്തി. കൊച്ചി മെട്രോ അവരുടെ അംബാസഡറാക്കാൻ നീക്കം നടത്തിയപ്പോൾ ചിലർ ചാണകമെന്ന് പരിഹസിച്ചു. കുറച്ച് വർഷങ്ങളായി MD ലോക്നാഥ് ബെഹ്റയുമായി ഇക്കാര്യം സംസാരിക്കുന്നുണ്ടെന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു. മുൻപത്തെ MD മുഹമ്മദ് ഹരീഷുമായും ഇതേ കാര്യം സംസാരിച്ചിരുന്നു. ഈ സമയത്താണ് തന്നെ മെട്രോയുടെ ബ്രാൻഡ് അംബാസഡറാക്കാൻ ശ്രമിച്ചത്. എന്നാൽ ഇവിടുത്തെ ചില ആളുകൾ അത് ചാണകമായി മാറുമെന്ന് പരിഹസിച്ചു. ഇനി ചാണകത്തെ ലോക്സഭയിൽ അവർ സഹിക്കട്ടെ എന്നും സുരേഷ് ഗോപി പരിഹസിച്ചു. തൃശ്ശൂർ പൂരം നടത്തുന്നതിന് പുതിയ നറേറ്റീവ് ഉണ്ടാവും, പുതിയ സ്ക്രിപ്റ്റ് ഉണ്ടാവും. അത് ഞാൻ അന്ന് പറഞ്ഞതാണ്. എനിക്ക് ഈ കമ്മീഷണറെയും കളക്ടറെയും നിങ്ങൾ ഒരു കാരണവശാലും മാറ്റാൻ അനുവദിക്കരുത്. അവരെ നിർത്തി അന്ന് തറച്ച് ജനങ്ങളുടെ ആസ്വാദന അവകാശത്തിലും അവരുടെ ആരാധന അവകാശത്തിലും അവരുടെ പൂരം എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റിൽ അന്ന് വീണ മാലിന്യം ശുദ്ധീകരിക്കും, സുഗന്ധപൂരിതമാക്കും. അത് നടത്തുന്നതിനുള്ള പുതിയ സ്ക്രിപ്റ്റ് തന്നെ ഉണ്ടാക്കും. അത് ഇന്നലെ ഞാൻ കളക്ടറോട് പറഞ്ഞു കഴിഞ്ഞു. ഇതൊക്കെ ഞാൻ പുറത്തു നിന്നൊരു MP ആയിട്ട് ചെയ്യുമ്പം പല വകുപ്പുകളിലുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്നെ ഒരു മുറിയിൽ കൊണ്ട് ഒതുക്കി ഇരുത്തരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയുന്നത്. എൻ്റെ വർത്തമാനത്തിലും പ്രസംഗങ്ങളിലും ഞാൻ പറഞ്ഞത്, ഞാൻ തൃശ്ശൂർക്കാർ തിരഞ്ഞെടുക്കുന്ന
MP ആയാൽ ഞാൻ തൃശ്ശൂർ ഒതുങ്ങി നിൽക്കില്ല. കേരളത്തിന് വേണ്ടിയും കേരളത്തിൻ്റെ പെരിഫറിയിലുള്ള തമിഴ്നാടിനും കർണാടകത്തിൻ്റെ അതിന് ആവശ്യമില്ല. കാരണം അവിടെ എന്നേക്കാൾ മികച്ച ആൺകുട്ടികൾ അവിടെ ഉണ്ട്, അവർ നോക്കിക്കോളും. അപ്പോൾ തമിഴ്നാടിൻ്റെ കാര്യം കൂടി നോക്കുന്ന ഒരു MP ആയിരിക്കും. ആ ഖ്യാതി തൃശ്ശൂർ എന്നെ തിരഞ്ഞെടുക്കുന്ന എല്ലാ സുമനസ്സുകളിലും സുഹൃദയങ്ങൾക്കുമുള്ളതാണെന്ന് ഞാൻ അന്നേ പറയുന്നുണ്ട്. എനിക്കൊരു 10 വകുപ്പുകളെങ്കിലും നിയന്ത്രിക്കുന്ന മന്ത്രിമാരുടെ ക്യാബിനറ്റും MOSും അടക്കമുള്ളവർ ഞാൻ വളരെ റാഷണലായിട്ട്, സെൻസിബിളായിട്ട്, റീസണബിളായിട്ട് അവതരിപ്പിക്കുന്ന പദ്ധതികൾ അത് കേരളത്തിലെ ജനങ്ങളുടെ ഉന്നമനത്തിനായിരിക്കും, കേരളത്തിലെ രാഷ്ട്രീയത്തിൻ്റെ ഉന്നമനത്തിനായിരിക്കില്ല, ആരെയും നശിപ്പിക്കാനുമായിരിക്കത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഷാഠ്യ ബുദ്ധിയോടെ ഞാൻ വന്നാൽ അത് വാശിയോടെ അവർ നടപ്പിലാക്കി തന്നാൽ മാത്രം മതി. അല്ല, അതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണല്ലോ, അതിലേതുമാവാം. ഇപ്പോൾ ഒരു ക്രോസ് ബൈപ്പാസ് എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് അന്ന് മേയർ പറഞ്ഞത് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ഞാനത് മണ്ണുത്തിയിൽ നിന്ന് ഒരുപക്ഷെ ചങ്ങരംകുളം അതിനപ്പുറത്തെ പൊന്നാനി റോഡിലേക്ക് കൂടി കണക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ക്രോസ് കട്ട്, അതായത് ആവശ്യമില്ലാതെ തൃശ്ശൂർ വന്ന് തിരക്കും വായുമലിനീകരണവും ഇവിടുത്തെ ജീവിതത്തിന് ദുസ്സഹത പകർന്ന് നൽകുന്ന ഒരു ട്രാഫിക്കിനെ ഒഴിവാക്കാനുള്ള ഒരു ക്രോസ് കട്ട് റോഡ്.